എന്തൊക്കെയായാലും പൊടിയാ. നീ കാണിച്ചു വരുമായി മൂഞ്ചി പരിപാടിയെ പോയിട്ടോ. നീ ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ വെറുതെ അവന് ആളുകളുടെ മുമ്പ് ഞെളിയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ചാൽ കണ്ണി കണ്ടവരെല്ലാം വായു വലിച്ചിട്ട് അടിച്ചെന്നാണ്. ആ കിളവൻ ചാനാരും ചെന്ന് കയറി കൊടുത്തു. അങ്ങേർക്കും കിട്ടി 3-4 മൂതു കുളക്കാൻ. ആ കണ്ടവരുന്നു. ഇടേ ഞാനടേ ചൂട്ട നടത്താണോ ആദ്യം? നീ ഇത്ര നേരം അവിടെ കിടന്നറേ? എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ. കേട്ട് കേട്ട് മടുത്ത്. ഡേയ് നിന്റെ കുഞ്ഞമ്മേനെ മുമ്പ് പോയാ? കുഞ്ഞമ്മേരെ അല്ലടാ, ചിറ്റപ്പൻ്റെ. ചിറ്റപ്പൻ്റെ അണ്ടി അടി കൊണ്ടങ്ങ് ആറ്റിങ്ങരുന്ന് അങ്ങേര് വരെ തുറിയെന്നാ കേട്ടത്. എടേ അവന്മാർ കരാട്ടക്കാരന്മാരാണ്ടേ. ഇങ്ങനെ ഒരു മാതിരി കാണാൻ മണയാന്നിട്ട് അടിച്ചാൽ അവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി കൂടുതലൊന്നും ആലോചിക്കില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ അമ്പിണിയാണെന്നെ പോയി ഒന്ന് കാണണം. പോയവന്റെ കാല് പിടിക്കാനാ? പിടിക്കണോ പിടിക്കണം, നമ്മളല്ലേ കുഴപ്പമുണ്ടാക്കിയത് അല്ലേ? പോയയുടെ നാറികളെ കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടൂല. എനിക്കുണ്ടാ 2 മുഴം കയ്യൊരു ആത്മാവും. മാനം കെടാനാ ഞാൻ ഇല്ല. എന്നെ വാനപ്പം കൊമ്പത്തേറിയിരിക്കുകയാണ്. അയ്യോ അയ്യോ. യവന്മാരൊക്കെ പണ്ടേ കാല് വരികളാണ്. പിന്നെ അവന്മാരൊക്കെ ഒരു അവത്തം പറ്റി. ഒരു ഗതിയില്ലെങ്കിൽ എന്തൊരു വേണമെന്ന് എനിക്കറിയാം. ഗോപിയും പിള്ളേർ ഇവിടെ തന്നെ ഉണ്ട്. അണ്ണ അണ്ണ ഞാൻ പറഞ്ഞെങ്കിലും അണ്ണ ഇത്ര വെടിപ്പായിട്ട് ചെയ്യുമെന്ന് ഞാൻ നിരൂപിച്ചില്ല. ഒരു പണി ഏറ്റെടുത്ത വൃത്തിയായിട്ട് ചെയ്യണ്ടേ? എന്നിട്ടും ബാക്കി ഇടക്കല്ലേ? അത് അതിൻ്റെ ഇനത്തിനങ്ങ് നടന്നോളൂ. അകത്ത് വെട്ടം കാണാനില്ലല്ലോ. അവൻ കിടന്ന് കാണും. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആദ്യം ഞാൻ പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വരണം. നമ്മളോട് ചിരിച്ചു കളിച്ച് നടക്കുകയാണെങ്കിലും അവക്ക് നല്ല ദണ്ണമുണ്ട്. മനസ്സിൽ ദണ്ണം തട്ടിയാ വയറ്റിനകത്തും കൂടെ ആ കേട്. ആരാ വന്ന? അണ്ണനൊന്ന് കാണാൻ വന്നേണു. കണ്ടില്ലേ? പോയിക്കോ. അതല്ല, നീ മറ്റവൻ്റെ തൊട്ട് വല്ല തറവേലയായിട്ട് വന്നവനാടേ. അണ്ണ എന്നെ അടിക്കേ കൊല്ലേ എന്താന്ന് വെച്ചാൽ ചെയ്തോണ്ണ. എനിക്കിങ്ങനെ ഗതികെട്ട് ജീവിക്കാൻ വയ്യണ്ണ. എത്ര ദിവസമായെന്നറിയാമോ അണ്ണ മനസ്സമാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. നീ നിരക്കണ കണ്ടില്ലേ? ഒന്ന് അടിച്ചു വിടണ. ഒന്ന് പറഞ്ഞൂടെ ചേച്ചി? ഇന്ന് അഭ്യാസം ഇറക്കാതെ പോടേ. അണ്ണ ഒറ്റ അടി അണ്ണ, സമാനായിട്ട് പോയി കിടന്ന് ഉറങ്ങാം അണ്ണ. ഒന്ന് പറഞ്ഞൂടെ ചേച്ചി? ഞാൻ പറഞ്ഞില്ലടേ, വെട്ടത്തില് 4 പേര് കാണാം. ആഹാ, നല്ല വെട്ടമുണ്ടല്ലോ അണ്ണ. ഒരടി അണ്ണ. പിന്നെ ആള് കാണാനാണെങ്കിൽ ഗോപി ഇവിടെ കയറി വേടാ. പേടിക്കണ്ട, അണ്ണ ഒന്നും ചെയ്യില്ല. വാ. 5 പേരുണ്ടണ്ണ. അവന്മാരേത്? ആറ്റിങ്ങോട് എൻ്റെ ചിറ്റപ്പൻ്റെ മോനും കൂട്ടുകാരും. അണ്ണനെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നേണ്. വരുത്തന്മാര് കണ്ടിട്ട് കാര്യമില്ലടേ, നാട്ടുകാർ. അണ്ണാ ഇപ്പം അങ്ങ് തീർക്കണ്ണ ചേച്ചി. അവൻ്റെ പേരെന്തര്? ഗോപി. അണ്ണാ ആളറിയാണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ഗോപിയും കൂട്ടിനും കൂട്ടി നീ ഇപ്പം അങ്ങ് പോ. എന്നിട്ട് നാളെ വാ. ഓ ഒറ്റയ്ക്ക്. ശരി അണ്ണാ, പോട്ടെ അണ്ണാ. ശരി ചേച്ചി. ഓ വാടാ. ഞാൻ ആണുങ്ങളെ പോലെ മുഖത്ത് പോയി കാര്യം പറഞ്ഞു. അങ്ങനെ കാര്യം മനസ്സിലായി. അവന്മാരെ പോലെ ഒളിച്ചിരിക്കേണ്ട വല്ല കാര്യം. ഒരു കാര്യമില്ലാടാ, അങ്ങനെ പാവടാ. കാണുങ്ങൾ ഇടപാട്. അണ്ണാ മുടിപ്പുര അമ്മച്ചിയുടെ അർച്ചന, ആയുരാരോഗ്യ സൗഖ്യത്തിന്. അണ്ണൻ്റെ. നീ ഇന്നലെ പോയില്ലേടേ? പോയണ്ണ, കാലത്ത് തന്നെ എണീറ്റ്. അണ്ണ ഒരു കാര്യം പറഞ്ഞാൽ അത് പിന്നത്തേക്ക് വയ്ക്കാൻ പറ്റൂലല്ലോ. ഞാൻ എന്തിനു പറഞ്ഞു? എല്ലാം കാലത്തെ പറഞ്ഞ് ശരിയാക്കാന്ന് അല്ലേ ചേച്ചി? ചേച്ചിയോട് ചോദിക്കണം. കാപ്പിയെട്. ഇവനോട്
കടുപ്പിക്കണോ? ഇത്തിരി. അണ്ണാ പ്രസാദം. ഈ വീടും പേരുടെ എല്ലാം കൂടെ ഒരു 19% ആണോ അല്ലേ അണ്ണാ? എന്ത് നോട്ടം ഉണ്ടോ? ഇല്ലണ്ണ, വെറുതെ ചോദിച്ചാ. കുടിക്കും. തണുപ്പായണ്ടാണെന്ന് തോന്നുന്നു, ചെറിയൊരു വിറയില്. അണ്ണൻ്റെ നാളെ ആവിട്ടോണം അല്ലേ അണ്ണ? ഭാഗ്യത്തിന് നമ്മൾ മുന്നാളല്ല, ദേഷ്യം ഒരുപാട് നിൽക്കൂല. എൻ്റെ നാളെ ചോദ്യമാണെണ്ണ. ചോദിച്ചു പഠിക്കുന്നാടേ. എന്തരണ്ണ? പേര് വെട്ടണ്ടേ? ഓ വെട്ടണോ അണ്ണ, വെട്ടണം. എന്നാ വാ തടി. ഓ ആണ്ടാണ്. കൊച്ചു പിള്ളേരെ മനസ്സാണല്ലേ ചേച്ചി, പെട്ടെന്ന് കലിഞ്ഞ്. പ്രാർത്ഥിക്കണേ ചേച്ചി. ചെല്ല്. ഓ എൻ്റെ മുടിപ്പൊരമ്മച്ചി. അണ്ണന് കാല് കഴിക്കണമെങ്കിൽ ഞാൻ ചവിട്ടണ്ണ. വേണ്ട, ഞാൻ ചവിട്ടിക്കോളാം. ഇപ്പൊ തോന്നുന്ന അണ്ണ നേരത്തെ അങ്ങ് വന്ന് കണ്ടാൽ മതിയായിരുന്നു. അടി അടി ചേച്ചി വാ, പിടി പിടി. നമ്മൾ ചെല്ലുമ്പോഴേക്കും അടി തീരുവാടാ. ഇല്ലെന്നേ, നമുക്ക് പുറകിൽ കയറാം. അങ്ങോട്ട് കയറി പോയാൽ ഇന്ന് ഞാൻ കുറച്ച് എണ്ണ വയ്ക്കും. ആ പോവല്ലേ. അടി അടി അടി. ആ പോലെ പോലെ തിരിച്ചു അടി നടക്കാൻ പോണു. അമ്പിളി, നീ അറിഞ്ഞാടി അമ്മണിക്ക് കുഞ്ഞു കുഞ്ഞിനെ കിട്ടിയെന്ന്? അവനെ അടിച്ച് പിരിക്കും. അസ്ഥിവേദന, സന്ധിവേദന, പേശിവേദന, നാഡീ തളർച്ച എന്നുവേണ്ട മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഏതു വിധത്തിലുള്ള അസ്വസ്ഥതയ്ക്കും അത്ഭുത ഔഷധമാണ് എന്റെ ഈ മൈലെണ്ണ. വരുവിൻ 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 വാങ്ങുവിൻ. ഈ അത്ഭുത ഔഷധത്തിന്റെ ഗുണങ്ങൾ തിരിച്ചറിയാനുള്ള അവസരം പാഴാക്കാതിരിക്കുവിൻ. ആവശ്യമുള്ളവർ വന്നാൽ മതി. ഞാൻ വണ്ടിയെ കാണും. അണ്ണ ഞാൻ പോയി പേര് വിട്ടിട്ട് വരാം. എല്ലാരും മാറില്ലേ? ഞാൻ പേര് വെട്ടാൻ പോവാണ്. ഡമണിയാ എന്താ ചുമന്ന പെയിന്റ് പിടിച്ചു? മാറില്ല കിടിയാ, ഇങ്ങോട്ട് ഞാൻ വെട്ടാം. ആരും എന്റെ പേര് ഞാൻ വെട്ടിക്കോളാം. ആ നീ കിടന്ന പേരൊക്കെ ഞാനല്ലേ വെട്ടിയത്, ഇത് ഞാൻ തന്നെ വെട്ടിക്കോളാം. ആണോ പറയണ ഞാൻ വെട്ടാന്ന്? എന്തിനാ എന്റെ പേര് ഞാൻ വെട്ടാമ്മ? എടാ അതൊക്കെ ചെവിക്കലൂടെ അടി മേടിച്ചോമാര്. ഇത് ആണുങ്ങളുടെ ഇടപാടാണ്. എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. എപ്പോ? അണ്ണാ പോയി വരട്ടെ അണ്ണ. മാറില്ല അലിക്കറി പിടിക്കും. എന്റെ മുടിപ്പൊരമ്മച്ചി. എങ്കി അവൻ തന്നെ വെട്ടട്ടെ അല്ലേ അണ്ണ? എന്നാ കുഴപ്പമില്ല അണ്ണ, ഞാൻ തന്നെ വെട്ടാം. എല്ലാം അണ്ണന്റെ ഇഷ്ടം. അടി കഴിഞ്ഞ? ഓ ഇല്ല, സംസാരിച്ചു തീർത്താ? ഓ ആ രമണിയാണ്. അമ്മണിയാണ് തന്നെ. ഷേ എല്ലാരും ഒന്ന് പറയല്ലേ പറയൂ. പണം കെട്ടോമാരായി പോയില്ലേ അവനൊക്കെ. സ്ഥലത്തുണ്ടല്ലോ ആവശ്യം പോലെ. ഇത് പറയുന്നെത്തുമായിരുന്ന. അയ്യോ, ഒരു കുഞ്ഞേ വെട്ടിയുള്ളൂ, ഒരു കുഞ്ഞൂടെ ബാക്കിയുണ്ടല്ലേ അണ്ണ? ഇത് ഞാൻ പറയാതെ വെട്ടിയാണ് അണ്ണാ. അപ്പൊ നമ്മള് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർത്തതാണ്. വീട്ടുകാരല്ലടേ, നാട്ടുകാർ കാണണ്ടേ? ഓ മതിയാ? മതിയാ? ഈ പല്ല് വരാനാണ്. മതി 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 എണ്ണ മതി. ഇനി അടിച്ചവൻ ചത്തു. നാട്ടിലൊന്നും മതി എന്ന് പറ. മതി അമ്മണി, മതി. നീ അടിച്ചവൻ ചത്തു. മതി. ബാക്കി കുഞ്ഞിനെ അങ്ങ് വച്ചോളഞ്ഞേര്. ആ മതിയാ ബാക്കി. മാറില്ല. മഹാജനങ്ങളെ, ഉളുക്ക്, ചതവ്, ഒടിവ്, വേദന മാത്രമല്ല കൈപ്പത്തി കൊണ്ട് കരണത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നീര്, മൂളക്കം, തരിപ്പ് എന്നിവയ്ക്കും അത്യുത്തമമാണ് എന്റെ ഈ മൈലെണ്ണ. ഇത് വാങ്ങുവിൻ. എന്റെ മുടിപ്പൊരമ്മച്ചി. എന്റെ മുടിപ്പൊരമ്മച്ചി.